ജോർജ് കുര്യൻ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേൽക്കുകയാണ്. അദ്ദേഹത്തിന് 3 വകുപ്പുകളാണുള്ളത്. ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പ്. ഈ 3 വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഇപ്പോൾ ചുമതലയേൽക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു, എല്ലാ വിഭാഗങ്ങളുടെയും മന്ത്രിയായിരിക്കുക എന്നതാണ് പ്രധാനം. അതിനായി ഉള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ള കാര്യം. ഒപ്പം കേരളത്തിൻ്റെ വികസനമാണ് ഏറ്റവും പ്രധാനം. അതിനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, ഇപ്പോൾ ഏത് വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്? അക്ഷയ്, ഇപ്പോൾ ഫിഷറീസ് അതുപോലെ തന്നെ മൃഗസംരക്ഷണം എന്നീ 2 വകുപ്പുകളുടെ ചുമതലയാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ഇവിടെ ഡൽഹിയിലുള്ള കൃഷി ഭവനിലാണ് അല്പസമയം മുമ്പ് ജോർജ് കുര്യൻ എത്തിയിരുന്നത്. അദ്ദേഹത്തിനൊപ്പം കൂടുതൽ നേതാക്കളടക്കം ഇവിടേക്ക് എത്തിയിരുന്നു, കൃഷിഭവനിലേക്ക്. ഇതിന് ശേഷമായിരിക്കും അദ്ദേഹം എന്തായാലും ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രിയുടെ ചുമതല ഏൽക്കാൻ വേണ്ടി പോവുക. എന്നാലും ഇപ്പോൾ ഡൽഹിയിലെ കൃഷി ഭവനിലെത്തി അദ്ദേഹം ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും അതുപോലെ തന്നെ ഫിഷറീസിന്റെയും അതുപോലെ തന്നെ ക്ഷീരവികസനം, അതുപോലെ മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി ചുമതലയാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഏൽക്കുന്നത്. അല്പസമയം മുൻപ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഡൽഹിയിൽ ഇവിടെ 3 വകുപ്പുകളുടെയും ചുമതല ഏൽക്കാനായി എത്തിയിരുന്നു. അദ്ദേഹം ചുമതല ഏറ്റിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം നമ്മൾക്ക് ലഭ്യമായതാണ്. ഇപ്പോൾ ഇതാ കേരളത്തിന് ലഭിച്ചിരിക്കുന്ന 2ാമത്തെ സഹമന്ത്രിയുടെ കൂടി ചുമതല ഏൽക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇത് കൃഷിഭവനിലെ ഫിഷറീസ് ഓഫീസിൽ 1ാം നിലയിലുള്ള 199ാം മുറിയിൽ ജോർജ് കുര്യൻ എഴുതിയിട്ടുള്ള ബോർഡിന് അകത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിനായുള്ള സ്ഥാനങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ചുമതല ഏറ്റിരിക്കുന്നു. ഇതോടകം തന്നെ ഔദ്യോഗികമായി നേരത്തെ അറിയിച്ചിരുന്നു. ഏകദേശം 11:30 തന്നെ അദ്ദേഹം ചുമതല ഏൽക്കാനായി എത്തുമെന്നുള്ള കാര്യം. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരന്റെ വസതിയിൽ നിന്നും അദ്ദേഹം തൊട്ടടുത്ത് തന്നെയുള്ള കൃഷിഭവനിലേക്ക് എത്തുന്നതും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ചുമതലയേൽക്കുന്നതും. തീർച്ചയായിട്ടും വികസനമടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ എല്ലാം തന്നെ വികസനമടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ നേരത്തെയും ന്യൂനപക്ഷ വകുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് അതിൽ വലിയ രീതിയിൽ തന്നെ ഒരു അനുഭവ സമ്പത്തുള്ളതാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർന്നും കൊണ്ടുപോകും. അതിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം അല്ലെങ്കിൽ